കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. ഇന്നലെ രാത്രി മുതൽ ഇടവിട്ട് മഴയുണ്ട്. മീനച്ചിലാറിൽ വീണ്ടും ജലനിരപ്പ് ഉയരുന്നു. പത്തനംതിട്ടയിലെ പമ്പയാറ്റിൽ നിന്നുള്ള ജലനിരപ്പാണ് ആശങ്കയെങ്കിൽ പാലായിലും കോട്ടയത്തും മീനച്ചിലാറ്റിൽ നിന്നുള്ള ജലനിരപ്പ്, മണിമലയാറ്റിൽ നിന്നുള്ള ജലനിരപ്പൊക്കെയാണ് ആശങ്ക. ഈരാറ്റുപേട്ടയിൽ പലയിടങ്ങളിലും വീണ്ടും വെള്ളം കയറി തുടങ്ങി. കോട്ടയം കുമരകം റോഡിലെ മിക്ക സ്ഥലങ്ങളും വെള്ളത്തിനടിയിലായി. ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. വലിയ വാഹനങ്ങൾക്ക് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന സ്ഥിതിയാണ് നിലവിൽ കോട്ടയം കുമരകം റോഡിലുള്ളത്. മലയോര മേഖലകളിലും മഴ ഇപ്പോൾ ശക്തമാണ്. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. താഴത്തങ്ങാടി അറവുപുഴ ഭാഗത്ത് അതിശക്തമായ വെള്ളക്കെട്ടുണ്ട്. കെ അഖിൽ ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. താഴത്തങ്ങാടി അറവുപുഴ ഭാഗത്താണ് അഖിൽ നിൽക്കുന്നത്. ഒരു പുഴയിലല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഏതോ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നിൽക്കുന്നത്. നല്ല കുത്തൊഴുക്ക് അവിടെ. അഖിലേ, വെരി ഗുഡ് മോർണിംഗ് അഖിൽ. വല്ലാത്ത ഒഴുക്കുണ്ടല്ലോ, പിടിച്ചു നിൽക്കും അല്ലെങ്കിൽ ഒഴുകിപ്പോവും. ഇതെവിടെയാണ്? ഇതൊരു പുഴ പോലെ ഒഴുകി വരികയാണല്ലോ. ഡോക്ടർ അരുൺകുമാർ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു റെസിഡൻസ് അസോസിയേഷനിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് റോഡാണ്. ഇതിനുള്ളിലേക്ക് പോകണമെങ്കിൽ ഈ കുത്തിയൊഴുക്കിലൂടെ മാത്രം പോയാൽ മാത്രമേ കഴിയുന്നതാണ്. കാരണം മീനച്ചിലാർ കര കവിഞ്ഞ് വെള്ളം വരുന്നതിന് ദൃശ്യങ്ങളാണ്. ഇത് വലിയ തോതിലൊരു കുത്തൊഴുക്കുണ്ട് എന്നുള്ളതാണ്. സമീപത്തെ വീടുകളിലേക്കൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളം ഇരച്ച് കയറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ഇടതുവശത്തുള്ള വീട്ടിലേക്ക് കാണിച്ചാൽ അതിനുള്ളിലേക്കൊക്കെ വെള്ളം കയറി അവിടെയുള്ള ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടെന്നാണ്. സമീപത്തും വീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. ഈ വെള്ളം വരുന്ന വഴി ഒന്ന് പുറകിലേക്ക് നമ്മുടെ ക്യാമറമാൻ രഞ്ജിത്ത് കളത്തിപ്പിടി കാണിക്കുന്നതാണ്. ഈ ബാക്കിലേക്ക് അത് ആളുകൾ നടന്നു പോകുന്നത് ഈ കോട്ടയം കുമരകം റോഡാണ്. ആ റോഡിൽ നിന്നും ഇടവഴിയിലേക്ക് കയറുമ്പോഴാണ് പുഴയിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു തോടിന് സമാനമായ രീതിയിൽ ഇരുകരയും മുട്ടി ഒഴുകുന്നു എന്നുള്ളതാണ്. ഇതിനുള്ളിലേക്ക് കയറുന്ന എല്ലാ വീടുകളിലേക്കും വെള്ളം കയറി എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി കയറി തുടങ്ങി. ഇത് രാവിലേക്കൊക്കെ ശക്തമായ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ താഴത്തങ്ങാടി ഭാഗത്തും കയറി, അതിൽ നിന്ന് കുറച്ച് അറുപുഴയിലേക്ക് മുൻപോട്ട് വരുമ്പോൾ ഇവിടെയും കയറി. ഇത് കഴിഞ്ഞ് ഇല്ലിക്കലേക്ക് എത്തുമ്പോൾ, അതായത് കുമരകം റോഡ് ഇല്ലിക്കലേക്ക് എത്തുമ്പോൾ ഇതിനേക്കാൾ ഭീകരമാണ് അവസ്ഥ. അവിടേക്കൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിൽ വെള്ളം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇല്ലിക്കൽ ഭാഗത്തേക്ക് അത്രത്തോളം വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. കുമരം ഭാഗത്തേക്കൊന്നും പോകാൻ, അതായത് സാധാരണ വലിയ ബസ്സോ അല്ലെങ്കിൽ ലോറിക്കോ മാത്രം പോകാൻ കഴിയുന്ന രീതിയിൽ അത്രത്തോളം വെള്ളം ശക്തമായി ഒഴുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം ഏറ്റവും വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്, ഇത് കഴിഞ്ഞ 2 ദിവസം മുൻപ്, അതായത് 2 ദിവസം മുമ്പ് ഉരുളുപൊട്ടി മീനച്ചിലാറിൽ വന്ന വെള്ളം അത് ഒഴുകി ഇപ്പോൾ കോട്ടയത്ത് എത്തിയതാണെന്നുള്ളതാണ്. ഇപ്പോൾ വീണ്ടും ഈരാറ്റുപേട്ട ഭാഗത്ത്, മീനച്ചിലാർ ഭാഗത്ത് ഇന്നലേക്ക് ജലനിരപ്പ് താഴ്ന്നതാണ്. മീനച്ചിലാറിൽ വീണ്ടും ജലനിരപ്പ് ഉയർന്നു. അത് ഇവിടേക്ക് എത്തി. ഈ രീതിയിൽ ഇവിടെ വെള്ളം തുടരുകയും അവിടെ വീണ്ടും ജലനിരപ്പ് കൂടുകയാണെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധി, കൂടുതൽ പ്രശ്നങ്ങൾ കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് ഉണ്ടാകും. കുമരകം അടക്കമുള്ള ഭാഗങ്ങളെ മുക്കിക്കളയാനുള്ള തരത്തിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ വീണ്ടും വെള്ളം ഉയർന്നിരിക്കുന്നു. ഇത് 2012 പ്രളയത്തിന് സമാനമായ രീതിയിൽ, അതായത് ഒരു 3-4 മണിക്കൂറിൽ പെയ്ത മഴ 2012 പ്രളയത്തിന് സമാനമായ രീതിയിൽ ഇവിടെ വെള്ളം കയറ്റിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വെള്ളം വരുമ്പോൾ അത് പ്രളയത്തിനപ്പുറത്തേക്കുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സ്ഥലത്തെ വാർഡ് മെമ്പർ ചേരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിനോടൊക്കെ എത്ര വീടുകളെ ഇവിടുന്ന് മാറ്റി പാർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്? ഇവിടുന്ന് ഇപ്പോൾ നമ്മുടെ ഈ തൊട്ടടുത്തുള്ള ക്യാമ്പിൽ 20-25 പേര് എത്തിക്കഴിഞ്ഞപ്പോൾ ഇനിയും കൂടുതൽ ആളുകൾ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, വരാൻ തയ്യാറായി നിൽക്കുകയാണ്. കുറേ സ്ഥലങ്ങളിൽ നിന്ന് കിടപ്പ് രോഗികളൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വരേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ വിളിച്ചത് ലാസ്റ്റ് ഒരു കിടപ്പ് രോഗിയുടെയാണ്. അവർ എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാം നിലയിലേക്ക് ആളുകൾ കയറിയിരിക്കുക. അതായത് 2 നിലയുള്ള വീടുകളിലൊക്കെ 2ാം നിലയിലേക്ക് ആളുകൾ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവർ സുരക്ഷിതമാണ്. അവരുടെ വിവരങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അല്ലാതെയുള്ള വീടുകൾ, ഈ പഴയ വീടുകൾ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം റോഡ് നിരപ്പിൽ നിന്ന് താന്നുപോയി. അവിടെയൊക്കെ വെള്ളം കയറി കഴിഞ്ഞു. അപ്പോൾ അവരെങ്ങനെയെങ്കിലും സുരക്ഷിതമായി നമ്മൾ ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ്. വെള്ളം കൂടുന്നതല്ലേ ചെയ്യുന്നു? കാരണം ഇന്നലെ രാത്രിയോട്ട് കയറി തുടങ്ങിയതാണ്, വെള്ളം കൂടി വരികയല്ലേ? അതായത് ഈ 1.5 ദിവസം ഉണ്ടായ മഴയിൽ കൂടുതൽ വെള്ളം ഉണ്ടായിക്കൊണ്ടിരിക്കണം. ആറ്റിലെ ജലനിരപ്പ് ഉയർന്ന് നമ്മൾ ഇന്നലെ രാവിലെ വലിയ കുഴപ്പമില്ലാതെ പോയി. ഇന്നലെ വലിയ മഴയില്ലായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി പോലും മഴ കൂടിക്കൊണ്ടിരുന്നത് ഇപ്പം വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കത്തിൽ ഏതാണ്ട് 5 ദിവസം നീണ്ടു നിന്ന മഴയിലാണ് ഇത്രയും വെള്ളം വന്നത്. പക്ഷേ ഈ 1.5 ദിവസം മഴയിൽ ഇത്രയും വെള്ളം, ആ 18 വെള്ളപ്പൊക്കത്തിന് സമാനമായ രീതിയിലുള്ള വെള്ളം ഇപ്പം നിലവിലുള്ളത്. വിശാശം കൂടിയുള്ളത് ഇതിന് പുഴയുടെ മറുകരയിലേക്കാണ്. കുമ്മനം ഭാഗത്തേക്കൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിൽ അവിടെ വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടില്ല. എന്താണ് നമുക്ക് മനസ്സിലാക്കുന്നത്? അതായത് ഈ കുമ്മനത്തെ അമ്പൂരം ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഒരു ജനസാന്ദ്രതയുള്ള പ്രദേശം. അവിടേക്ക് ഇന്നലെ തന്നെ നമ്മൾ പോയി വാൺ ചെയ്തിരുന്നു. അതായത് അവർ മുന്നറിയിപ്പ് കൊടുത്തിരുന്നത് വെള്ളം കൂടാനുള്ള സാധ്യതയുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ ആളുകളും എത്തിയിരുന്നു. കിടപ്പ് രോഗികളായിട്ടുള്ളവരെ നമ്മൾ മാറ്റത്തെ. പക്ഷെ ഒട്ടുമിക്ക വീടുകളിൽ നിന്നും അവരുടെ ബന്ധുവീടുകളിലേക്ക്, കോട്ടയം ജില്ല വിട്ടിട്ടുള്ള അല്ലെങ്കിൽ കോട്ടയം വിട്ടിട്ടുള്ള ബന്ധുവീടുകളിലേക്ക് അവർ മാറിയിട്ടുണ്ട്. ഓൾറെഡി വീട്ടിലേക്ക് വെള്ളം കൂടുന്നുണ്ടെന്നുണ്ട്. നമുക്ക് വീണ്ടും ആശങ്ക കൂട്ടുകയല്ലേ ചെയ്യുന്നു? തീർച്ചയായിട്ടും ആശങ്ക കൂട്ടും. കാരണം ഇപ്പോൾ ഈ നിലയിൽ ഈ വെള്ളം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈരാറ്റുപേട്ട കിഴക്കൻ മേഖലയിൽ നിന്ന് ഈരാറ്റുപേട്ട തീക്കോയിൽ നിന്ന് വരുന്ന വെള്ളം ഇനിയും വരാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയുക പ്രവചനാതീതമാണ് കാര്യങ്ങൾ. ആശങ്കയുണ്ട്. 2018 വെള്ളം ഇപ്പം നിലവിലുണ്ട്. അന്നേരം ഇനി ഈ മഴയും കിഴക്കൻ വെള്ളം കൂടെ വരാൻ നിൽക്കുകയാണെങ്കിൽ ഈ പ്രദേശം മുഴുവൻ മുങ്ങിപ്പോകുന്നൊരവസ്ഥയുള്ളത്. അങ്ങനെ ഒരു ആശങ്കയിലാണ് നമ്മുടെ നാട്ടിലെ എല്ലാവരും ഉള്ളത്.
അത് തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ, ആ ആശങ്കയാണ് പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് പ്രദേശവാസികളൊക്കെ ഉണ്ടത്. ഈ വീടുകളിലൊക്കെ ആളുകളൊക്കെ, അതായത് അവരുടെ മുട്ടോളം വെള്ളമുണ്ട് എന്നുള്ളതാണ്. ഓരോ സ്ഥലത്തും വെള്ളം ഇങ്ങനെ വീടിനുള്ളിലേക്ക് ഇരച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെയൊക്കെ വലിയ കുത്തൊഴുക്കാണ് എന്നുള്ളതാണ്. വെള്ളം അങ്ങ് ഈ പുഴയൊക്കെ ഒഴുകുന്നത് പോലെ ഒഴുകി വരികയാണ്. ചേട്ടാ, വീട്ടിലേക്കൊക്കെ വെള്ളം കയറി, എന്താണ് ചേട്ടാ അവസ്ഥ? വെള്ളം കയറി ഷെൽട്ടറിലേക്ക് ചോദിക്കൂ. കാലം മാറിയിട്ടില്ല. ഇനിയുള്ള വരവ് നോക്കിയിട്ട് വേണം, വെള്ളം വരുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വേണം. വെള്ളം കൂടും, ഇനിയിപ്പോ മാറുന്നതല്ലേ നല്ലത്. കിഴക്ക് നല്ല മഴയാന്നാ പറയുന്നത്, മൊത്തത്തിൽ മഴയാന്നാ പറയുന്നത്. ഒരു മിക്കവാറും മാറേണ്ടി വരും ഇവിടെ നിന്ന്. ഇപ്പൊ തൽക്കാലം വീട്ടിലാണ് താമസിക്കുന്നത്, മാറേണ്ടി വരും. പ്രശ്നമായിട്ട് നിൽക്കുക. ഈ വീടിന്റെ ഉള്ളിലും ആളുണ്ട്, അവിടെയൊക്കെ വീടിന്റെ ഉള്ളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിനുള്ളിലേക്ക് കാണാൻ സാധിക്കും. ഗേറ്റിന് അപ്പുറത്തേക്കൊക്കെ നല്ല രീതിയിൽ വെള്ളം എത്തിയിട്ടുണ്ട്. വീട്ടിലെ ചേട്ടാ, എന്താണ് അവസ്ഥ? വീടിനുള്ളിലേക്ക് ഉള്ളിലേക്ക് ഉള്ളിലൊക്കെ വെള്ളം കയറി ഉള്ളിലെല്ലാം വെള്ളം കയറി. മാറേണ്ടി വരുമോ ഇതിപ്പോ? ക്യാമ്പിലേക്ക് ഉള്ള സംവിധാനം ചെയ്തോണ്ടിരിക്കുക. അല്ല, വേറെ വീടുണ്ട്, അങ്ങോട്ടേക്ക് മാറുക. അതെ, ടൗണിലേക്ക് പോവാ. സാധനങ്ങളൊക്കെ കുറെ പൊക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, വെള്ളം വരവല്ലേ. ഇവിടെ ഒഴുക്കാണ്, ഭയങ്കര ഒഴുക്ക്. ഇതിന് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ സർക്കാർ ഇറങ്ങി പോകുന്ന സമയത്തെ ഇവിടെ പഴുക്കാന്നലെന്നും പറഞ്ഞ ഇവിടെ സ്ഥലമുണ്ട്, അവിടെ ട്രെഡ്ജ് ചെയ്തിട്ടില്ല. അവിടെ ട്രെഡ്ജ് ചെയ്യുന്നത് കിഫ്ബിയിൽ നിന്ന് 100 കോടി മേളിൽ ഏതാണ്ട് അനുവദിച്ചതാണ്, ചെയ്തില്ല കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത്. അതുപോലെ തന്നെ വേമ്പനാട്ട് കായലും മീനച്ചിലാറും തമ്മിൽ ഏതാണ്ട് 1 മീറ്ററിന് മേളിൽ ഹൈറ്റ് വ്യത്യാസമുണ്ട്, അവിടെ ട്രെഡ്ജ് ചെയ്തിട്ടില്ല. 2018 വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഈ എക്കൽ മുഴുവൻ അവിടെ പോയി അടിഞ്ഞു കിടക്കുക. അത് മാറ്റാനുള്ള സംവിധാനം ഉണ്ടായില്ല. പടിഞ്ഞാറൻ മേഖലയാണ് ഏറ്റവും കൂടുതൽ വെള്ളം ബാധിക്കുന്ന സ്ഥലം. അവിടുത്തെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനുള്ള നടപടിയാണ് എത്രയും വേഗം ഉണ്ടാകേണ്ടത്. തന്നെയാണ്, അതായത് ഒരു ചൂണ്ടിക്കാണിച്ച ഒരു പ്രശ്നം തന്നെയാണ്. ഈ മീനച്ചിലാറിന് കപ്പാസിറ്റി ഇല്ല എന്നുള്ളത് ഒരു വലിയ വിഷയം തന്നെയാണെന്നുള്ളതാണ്. കാരണം ഈ വെള്ളം പെട്ടെന്ന് വന്ന് എത്തിക്കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള ശേഷി മീനച്ചിലാറില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. വണ്ടി കുടുങ്ങി കിടപ്പുണ്ടോ അതോ ഗേറ്റാണോ ആ കാണുന്നത്? നേരെ മുമ്പിലേക്ക് നോക്കുമ്പോൾ അവിടെയും ആളുകളൊക്കെ ഉണ്ട്, നല്ല കുത്തൊഴുക്കാണ്. മുമ്പിലേക്ക്, അതായത് അത് ഈ റോഡാണ്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ റോഡാണ്. ആ റോഡിന് അവിടുത്തെ വണ്ടി നിർത്തിയിട്ടതാണ്. പക്ഷേ ഇന്നലെ നിർത്തിയിട്ടപ്പോൾ ഇത്ര വെള്ളം കണ്ടു കാണില്ല. ഇപ്പോൾ വെള്ളം കയറി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വണ്ടി ഇതിലൂടെ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മൾ വന്ന ഒരു ഒഴുക്ക് ഡോക്ടർ അരുൺകുമാറിന് ആ ദൃശ്യങ്ങൾ ഒരുപക്ഷെ മനസ്സിലായി കാണും. നമുക്ക് കാല് നിലത്ത് ഉറപ്പിച്ച് നിൽക്കാൻ കഴിയാത്ത അത്രത്തോളം വെള്ളം വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതിനെ വണ്ടി പുറത്തേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല, അത് കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വീടുകളുടെ മുകളിലേക്കൊക്കെ തന്നെ, മുകളിലെ നിലയിലേക്ക് തന്നെ ആളുകൾ വരുന്നത്. ഈ മീനച്ചിലാറ്റിൽ നിന്നുള്ള വെള്ളമാണോ നേരിട്ട് ഇപ്പൊ ഈ കുത്തി ഒലിച്ചു വരുന്നത്? തീർച്ചയായും. അതായത് ഇത് മീനച്ചിലാറിനോട് ചേർന്നാണ് ഈ കോട്ടയം കുമരകം റോഡുള്ളത്. ആ റോഡും കഴിഞ്ഞാണ് ഈ ഒരു റെസിഡൻസ് അസോസിയേഷനിലേക്ക് കയറുന്നത്. ആ മീനച്ചിലാറ് നേരെ കരകവിഞ്ഞൊഴുകുന്നു. ഇതൊരു ചെറിയ ചെരിവുള്ള ഒരു പ്രദേശമാണ്, താഴ്ന്ന പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ചെരുവിൽ കൂടി അത്ര ശക്തമായ ഒരു തോടിനും അതുപോലെ തന്നെ പുഴയ്ക്കുമൊക്കെ സമാനമായ രീതിയിൽ വലിയ കുത്തൊഴുക്കിൽ വെള്ളം വരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് മീനച്ചിലാറിൽ നിന്നും നേരിട്ട് തന്നെ വരുന്ന വെള്ളമാണ്. മീനച്ചിലാറിൽ നിന്നും കരകവിയുന്ന വെള്ളം ഒഴുകി എത്തുന്നതാണ് എന്നുള്ളതാണ്. ഇതിന് സമീപത്തായിട്ട് ഈ ഒരു പള്ളിയുടെ വശത്തേക്ക് പോകുമ്പോൾ ഒരു തോടുണ്ട്, ആ തോട് നിറഞ്ഞു കവിഞ്ഞു. ഇപ്പോൾ തോട് എവിടെയാണ്, ഈ റോഡ് ഏതാണ്, പുഴ ഏതാണെന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഈ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ അറവുപുഴ ഭാഗമുള്ളത്. നമുക്ക് നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു 4 റോഡ് ചേർന്ന ഒരു ജംഗ്ഷനാണ്. ഇതിന് 4 വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും വെള്ളം മാത്രമാണ്. വഴിയിൽ നിൽക്കുന്നത് കുട്ടികളോ മറ്റോ ആണോ? ആ ചുറ്റുമൊന്ന് നോക്കുമ്പോൾ അവിടെ ആരോ നിൽക്കുന്നത് കണ്ടു. ആളുകളാണ്, ചെറുപ്പക്കാരാണ്, ചെറിയ കുട്ടികളല്ല, ചെറുപ്പക്കാരാണ് ഡോക്ടർ അരുൺകുമാർ. അതെ. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ 4 വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് പള്ളിയുടെ ഈ വശം എന്തൊരു ശക്തിക്കാണ് വെള്ളം പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത് റെസിഡൻസ് അസോസിയേഷനിലെ 3 വട്ടം വെള്ളം കയറേണ്ട സമയം കഴിഞ്ഞ് പിന്നെ വന്നിരിക്കുന്ന ഈ വെള്ളം തന്നെ കൂടുതലാണ്. ഇപ്പം കഴിഞ്ഞ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ടാണ് ഇത്രയും വെള്ളം കയറിയിരിക്കുന്നത്. ഇത്രയും വെള്ളം ഇവിടെ ഇത് വളരെ കൂടുതലാണ്. 2018 വെള്ളത്തിൻ്റെ സെയിം ആയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ. ജനജീവിതം ശരിക്കും ബുദ്ധിമുട്ടിലാണ്. അങ്ങോട്ടൊക്കെ ആണെങ്കിലും എല്ലാ വീട്ടിലും വെള്ളം കയറി അതുപോലെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ്. നിൽക്കാൻ പറ്റും, പുറകിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ ബുദ്ധിമുട്ടാണ്. ഈ പള്ളിയുടെ ഇവിടുത്തെ ഈ സംരക്ഷണ ഭിത്തിയുടെ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞത്. ഈ ആറിൻ്റെ തീരത്തുള്ള സംരക്ഷണ ഭിത്തിയുടെ ബുദ്ധിമുട്ടാണ് ഇത്രയും വെള്ളം ഇങ്ങോട്ട് കയറി വരാൻ കാരണം. കിട്ടിയിരുന്നെങ്കിൽ വെള്ളം കൊടുക്കാൻ അവിടെ അങ്ങോട്ട് മാറി ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ. അതിന് സാങ്ഷൻ ആയി കിടക്കുകയാണ്, പണി നടന്നിട്ടില്ല എന്ന് നിൽക്കുകയാണ്. അതായി കഴിഞ്ഞാൽ ഈ വെള്ളത്തിന് ബുദ്ധിമുട്ട് മാറിക്കിട്ടും.
ഇത് തന്നെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഓൾറെഡി ബ്ലോക്കായി ശരി, വെള്ളം കുത്തൊഴുക്കാണ് കേട്ടോ, കുത്തൊഴുക്കാണ്. 2012. ഓക്കെ അഖിൽ, കൂടുതൽ പ്രതികരണങ്ങൾ എടുത്തോളൂ, കൂടുതൽ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കോളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാടിന്റെ മുക്കിലും മൂലയിലും റിപ്പോർട്ടർ വാർത്താ സംഘം പകർത്തുന്ന ദൃശ്യങ്ങളാണ്. അല്പം ഭയമുണ്ട്, പ്രത്യേകിച്ച് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ. കാരണം ഇത് ഒരു നഗരത്തിലെ റോഡാണ്, റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു റോഡാണ്. ആ റോഡിലാണ് കുത്തിയൊലിച്ച് വെള്ളം വരുന്നത്. അത് വരുന്നത് മീനച്ചിലാറ്റിൽ നിന്നാണ്. അപ്പോൾ കോട്ടയത്തെ മീനച്ചിലാറ്റിൽ നിന്ന് നോക്കൂ, വീടിൻ്റെ ഉമ്മറപ്പടി മൊത്തം വെള്ളത്തിലേക്ക് കയറി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവിടെയുള്ളവർക്ക് മാറിപ്പോകാതിരിക്കാൻ കഴിയില്ല. കാരണം മൂഴിയർ ഡാം തുറക്കുന്നതോടുകൂടി പമ്പയിൽ ജലനിരപ്പ് ഉയരും, അതേപോലെ മീനച്ചിലാറിൻ്റെയും ജലനിരപ്പ് ഉയരും, കക്കട്ടാറിൻ്റെ ജലനിരപ്പ് ഉയരും. അതുകൊണ്ട് തന്നെ ഈ പാലായിലും റാന്നിയിലും ആറന്മുളയിലും എന്നതുപോലെ തന്നെ കോട്ടയത്തെ താഴ്ന്ന ഇടങ്ങളിൽ കൂടുതൽ വെള്ളത്തിനടിയിലാവാനുള്ള സാധ്യതയുണ്ട്. കിഴക്കൻ മേഖലയിൽ ഇപ്പോഴും മഴ ശക്തമായി തുടരുകയാണ്. അതുകൊണ്ട് അറച്ചു നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ ഈ പ്രദേശത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഷെൽട്ടറിലേക്ക് മാറണേ. എല്ലാവരും